വിൽ പവർ ഒരു സമ്മാനമല്ല, അതൊരു പേശിയാണ്. ഏതൊരു മസിലിനെ പോലെയും നിങ്ങളതിനെ ശരിയായി ട്രെയിൻ ചെയ്താൽ അത് ശക്തവും സ്ഥിരതയുള്ളതും ഇളക്കമില്ലാത്തതുമായി വളരുന്നു. സോ നിങ്ങളുടെ വിൽ പവർ, ഇച്ഛാശക്തി വളർത്തിയെടുക്കാനായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് ഡിപ്പെൻഡിങ് ഓൺ മോട്ടിവേഷൻ. ബിൽഡ് എ സിസ്റ്റം. ഇൻസ്റ്റൻറ്റ്. പ്രചോദനം വൈകാരികമാണ്, അത് വരുന്നു പോകുന്നു. എന്നാൽ ഒരു സിസ്റ്റം നിർമ്മിക്കുന്നതിലൂടെ അത് സ്ഥിരത സൃഷ്ടിക്കുന്നു. സോ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യത്തിനായി എല്ലാ ദിവസവും ഒരു വിലപേശാനാവാത്ത സമയം നിശ്ചയിക്കുക. എഴുത്ത്, വ്യായാമം, പഠനം, ഇത്തരത്തിൽ എന്തും ആകാം. സോ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ പോലും ഞാൻ ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും അത് എന്തായാലും ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അത്തരത്തിലൊരു റൂൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. അത് ട്രാക്ക് ചെയ്യുക. പുരോഗതി കാണുന്നത് ഇച്ഛാശക്തിയെ പോഷിപ്പിക്കുന്നു. ഡിസിപ്ലിൻ ബീറ്റ്സ് ഇമോഷൻ എവരി സിംഗിൾ ടൈം. സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിൽ പവർ ഈസ് ലിമിറ്റഡ്. യൂസ് ഇറ്റ് വൈസ്ലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളെന്നും ഉറക്കമുണരുന്നത് ഒരുതരം ഇച്ഛാശക്തിയോടെയാണ്. നിങ്ങളുടെ ഓരോ തീരുമാനവും അത് ചോർത്തിക്കളയുന്നു, അതെത്ര ചെറുതാണെങ്കിൽ പോലും. സോ നിങ്ങൾക്ക് ലൈഫിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വിൽ പവർ ആവശ്യമായി വരും. സോ അതുകൊണ്ട് തന്നെയാണ് വിജയിച്ച ആളുകൾ ഒരേ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ദിനചര്യകൾ ഫോളോ ചെയ്യുന്നതുമെല്ലാം. മുൻകൂട്ടി ഭക്ഷണം കഴിക്കുന്നത്, ജോലികൾ, ഇടവേളകൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നതെല്ലാം കുറച്ച് തീരുമാനങ്ങൾ മാത്രം എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അതിനാൽ നമ്മൾ എന്തു ചെയ്യണം? ദിവസം നേരത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുക. ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ്ങിനല്ല, യഥാർത്ഥ പോരാട്ടത്തിനായി നിങ്ങളുടെ ഇച്ഛാശക്തി സംരക്ഷിക്കുക. തേർഡ്, ട്രെയിൻ വിത്ത് മൈക്രോ ഡിസ്കംഫോർട്ട് എവരി ഡേ. നിങ്ങൾ മനഃപൂർവ്വം അസ്വസ്ഥത തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഇച്ഛാശക്തി വളരുന്നു. സോ ഇതിനായി എന്ത് ചെയ്യണം? തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഒരാഴ്ചത്തേക്ക് പഞ്ചസാര വേണ്ടെന്ന് പറയുക. നിങ്ങളുടെ മനസ്സ് വേണ്ട എന്ന് നിലവിളിക്കുമ്പോൾ പോലും 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനിക്കുക. ക്ഷീണിച്ചാലും എല്ലാ ദിവസവും രാവിലെ 10 പുഷപ്പുകൾ ചെയ്യുക. ഈ ചെറിയ അസ്വസ്ഥതകൾ മാനസിക പ്രവർത്തനങ്ങളായി മാറുന്നു. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ്, ഞാൻ കഠിനമായ കാര്യങ്ങൾ ചെയ്യുന്നു, ഇനി ചെയ്യുകയും ചെയ്യും. ഫോർത്ത്, ബിൽഡ് സെൽഫ് ട്രസ്റ്റ് ഫസ്റ്റ്, നോട്ട് ജസ്റ്റ് സെൽഫ് കൺട്രോൾ. മിക്ക ആളുകളും സ്വയം വിശ്വസിക്കാത്തതിനാൽ പരാജയപ്പെടുന്നു. അവർ ഞാൻ നേരത്തെ എഴുന്നേൽക്കുമെന്ന് പറയുന്നു, എന്നാൽ പിന്നെയും ഉറങ്ങാൻ കിടക്കുന്നു. ഞാൻ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തുമെന്ന് പറയുന്നു, തുടർന്ന് മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യുന്നു. സോ നിങ്ങളുടെ ഓരോ ലംഘിക്കപ്പെട്ട വാഗ്ദാനവും ദുർബലമായ ഇച്ഛാശക്തിയായി മാറുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചെറിയ വാഗ്ദാനങ്ങളിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങൾ സാധാരണ എണീക്കുന്നതിനും 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. വെള്ളം കുടിക്കുക. 5 മിനിറ്റ് നടക്കുക. സോ ഇത് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനും അതിൽ പ്രവർത്തിക്കാനും സാധിക്കും. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് പാലിക്കാനായി ശ്രമിക്കുക. സാവധാനം ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ആത്മാഭിമാനം ഉയരുന്നത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇച്ഛാശക്തിയും. നിങ്ങൾ നിങ്ങളുടെ വാക്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവേശം ആവശ്യമില്ല, നിങ്ങൾക്ക് സത്യസന്ധത ആവശ്യമാണ്. ഫിഫ്ത്ത്, ഗീവ് യുവർ പെയിൻ എ പർപ്പസ്. ദുർബലമായ ഇച്ഛാശക്തി പലപ്പോഴും വ്യക്തമല്ലാത്ത ലക്ഷ്യത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ എന്തിനാണ് ആരംഭിച്ചതെന്ന് ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങളുടെ വേദന എഴുതുക. അതുവഴി നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഭാവിയെ ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ പ്രവൃത്തിയെ ആഴത്തിലുള്ള ഒന്നിലേക്ക് ബന്ധിപ്പിക്കുക. എൻ്റെ ഭാവി സമാധാനത്തിനായി ഞാൻ ഇത് ചെയ്യുന്നു. ഇനിയൊരിക്കലും വിലകെട്ടതായി തോന്നാതിരിക്കാൻ ഞാൻ ഇത് ചെയ്യുന്നു. ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ മികച്ചത് പലതും അർഹിക്കുന്നത് കൊണ്ടാണ്. സോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ഇച്ഛാശക്തിയെ കൂടുതൽ വ്യക്തവും കൃത്യവുമുള്ളതാക്കി മാറ്റുന്നു. 6, കിൽ ദ ഡോപാമിൻ ട്രാപ്പ്. സോഷ്യൽ മീഡിയ, ഫാസ്റ്റ് ഫുഡ്, പോൺ, ഗോസിപ്പ് ഈക്വൽ ടു ഡോപാമിൻ ഹൈജാക്കേഴ്സ്. അവ പെട്ടെന്ന് ആനന്ദം നൽകുന്നു, പക്ഷെ നിങ്ങളുടെ ഇച്ഛാശക്തിയെ കൊല്ലുന്നു. നിങ്ങളുടെ ബ്രെയിൻ എളുപ്പമുള്ള പ്രതിഫലനത്തിന് അടിമപ്പെടുന്നു. അതിനാൽ കഠിനാധ്വാനം വരുമ്പോൾ അത് അതിനെ ചെറുക്കുന്നു. സോ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അലസത തോന്നുന്നത് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായി മാറുന്നതും ഇതുകൊണ്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായി സ്റ്റേ ഫോക്കസ്, ഫ്രീഡം പോലുള്ള ആപ്പുകളെല്ലാം യൂസ് ചെയ്യുക. നിങ്ങളുടെ സമയം പാഴാക്കുന്ന അനാവശ്യ ആപ്പുകളെല്ലാം മൊബൈൽ ഫോണിൽ നിന്ന് ഒഴിവാക്കാനും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാനും ശ്രമിക്കുക. അതുപോലെ വീക്ക്ലി ഡോപാമിൻ ടിക്ടോക്സ് ചെയ്യുക. നോ റീൽസ്, നോ ഫാസ്റ്റ് സ്ക്രോളിംഗ്.
സോ നിങ്ങൾ ഇത്തരത്തിൽ അനാവശ്യമായി നിങ്ങളുടെ സമയത്തെ പാഴാക്കുകയും നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതൽ അലസനാക്കി മാറ്റുകയും ചെയ്യുകയാണ്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ ശ്രമിക്കുക. നിങ്ങളുടെ മാനസിക ഇന്ധനം സംരക്ഷിക്കുക. അങ്ങനെയാണ് ഇച്ഛാശക്തി നിലനിൽക്കുന്നത്. 7. ഫ്യൂൽ യുവർ ബോഡി. വിൽ പവർ ഈസ് ഫിസിക്കൽ ടു. ക്ഷീണിതനായിരിക്കുകയോ വിശന്നിരിക്കുകയോ അല്ലെങ്കിൽ ദാഹിച്ചിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരിക്കലും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനായി സാധിക്കില്ല. ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കുകയും തളർത്തുകയും ചെയ്യുന്നു. സോ എന്ത് ചെയ്യണം? 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശുദ്ധമായ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ എന്നിവ കഴിക്കാനായി ശ്രമിക്കുക. അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 3. നിങ്ങളുടെ ബോഡിയിൽ എപ്പോഴും ജലാംശം നിലനിർത്തുക. 4. ഡെയിലി സൂര്യപ്രകാശം ഏൽക്കുകയും അതുപോലെ നിങ്ങളുടെ ശാരീരിക ചലനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. സോ ശക്തമായ ശരീരം എന്നത് ശക്തമായ മനസ്സും ശക്തമായ മനസ്സ് എന്നത് സ്ഥിരതയുള്ള ഇച്ഛാശക്തിയുമായി മാറുന്നു. സോ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ ഇച്ഛാശക്തിയെ വളർത്തിയെടുക്കാനും ശ്രമിക്കുക.